ഇംഗ്ലീഷിൽ ചില ഫ്രേസസ്, കൊച്ചു കൊച്ചു ഫ്രേസസ് പഠിച്ചു വയ്ക്കുക, ചില എക്സ്പ്രഷൻസ് പഠിച്ചു വയ്ക്കുക. ഇതൊക്കെ അതിൻ്റെയൊക്കെ മീനിങ് മനസ്സിലാക്കി വയ്ക്കുക. അത് മനസ്സിലാക്കി തന്നെ പല സന്ദർഭങ്ങളിലും ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ഉപയോഗിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിൻ്റെ ആ ലെവൽ തന്നെ ഒന്ന് ഉയരും. അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന ചില ഫ്രേസസ്, എക്സ്പ്രഷൻസ് ഒക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആ ഫ്രേസസ് എന്ന് നോക്കാം. സം അതർ ടൈം എന്ന് പറഞ്ഞാൽ മലയാളം ട്രാൻസ്ലേഷൻ പറയുകയാണെങ്കിൽ മറ്റൊരു സമയം. ഐ വിൽ കം സം അതർ ടൈം എന്ന് പറഞ്ഞാൽ ഞാൻ വേറൊരു സമയത്ത് വരാം. ഈ വേറൊരു സമയം എന്ന് പറയുന്നത് ഫ്യൂച്ചറിലെ ഒരു ടൈമാണ്. പക്ഷേ അത് നമുക്ക് വളരെ ഉറപ്പായിട്ട് പറയാൻ പറ്റുന്ന ഒരു ഡേറ്റ് അല്ല. ഒരു ഇൻഡെഫിനിറ്റ് ഡേറ്റ് ഇൻ ദ ഫ്യൂച്ചർ ആണ്. എപ്പോഴാണ് എന്ന് നമുക്ക് നാളെയാണെന്നോ മറ്റന്നാളാണെന്നോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണെന്നോ ഒന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു സമയത്താണ് സം അതർ ടൈം എന്ന് ഉപയോഗിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻ്റെ ഫ്രണ്ട് എന്നെ ഒരു പാർട്ടിക്ക് ക്ഷണിക്കുന്നു. ഇന്ന് എന്തായാലും പാർട്ടിക്ക് വരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് എനിക്ക് വളരെ തിരക്കുള്ളൊരു ദിവസമാണ്, എനിക്കിന്ന് വരാൻ പറ്റില്ല. ഐ വിൽ ട്രൈ ആൻഡ് കം സം അതർ ഡേ. ഐ വിൽ ട്രൈ ആൻഡ് കം സം അതർ ഡേ. ഐ വോണ്ട് ബി ഏബിൾ ടു കം ടുഡേ. ഇന്ന് എനിക്ക് വരാൻ പറ്റില്ല, ഞാൻ വേറൊരു ദിവസം അവിടെ വരാം എന്നാണ്. പാർട്ടിക്കല്ല, വേറൊരു ദിവസം എൻ്റെ വീട്ടിൽ വരാം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വേറൊരു ദിവസം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ വേറൊരു ടൈം എന്ന് പറയുന്നത് അതാണ്. നമുക്കൊരു ഡേറ്റ് ഒന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മളൊരു കാര്യം ഒരാൾ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നമ്മളത് റെഫ്യൂസ് ചെയ്യുകയാണ്. പക്ഷേ അത് ഈ രീതിയിലാവുമ്പോൾ അതൊരു പൊളൈറ്റ് വേ ആണ്. നമ്മൾ റെഫ്യൂസ് ചെയ്യുന്നെങ്കിൽ തന്നെയും വളരെ വിനയത്തോടു കൂടി അത് പറയുന്നു. ഐ വിൽ ട്രൈ ആൻഡ് കം സം അതർ ടൈം. ഐ വിൽ മീറ്റ് യു സം അതർ ടൈം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ കാണാം ഏതെങ്കിലും വേറൊരു സമയം, വേറൊരു ദിവസം, ഫ്യൂച്ചറിൽ. ഐ വിൽ ടോക്ക് ടു യു സം അതർ ടൈം. ഇപ്പോൾ ജോലിയിൽ വളരെ തിരക്ക് പിടിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറൊരാൾ വന്നിട്ട് നമ്മളോട് സംസാരിക്കാനിരിക്കുന്നു. വളരെ അൺഇമ്പോർട്ടൻ്റായ കാര്യമാണ് പറയാൻ പോകുന്നത്, നമുക്കറിയാം. അപ്പോൾ ഐ വിൽ ടോക്ക് ടു യു സം അതർ ടൈം. വേറൊരു സമയത്ത്, വേറെ ഒരു സമയം, മറ്റൊരു സമയം, അപ്പോൾ നമുക്ക് സംസാരിക്കാം. ഐ വിൽ ടോക്ക് ടു യു സം അതർ ടൈം. ചിലപ്പോഴൊക്കെ ചില ആളുകൾ കുട്ടികളെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ മറ്റുള്ളവർ ചിലപ്പോൾ പറയും, ഡോണ്ട് സേ എനിത്തിങ് ടു ഹിം നൗ, സ്കോൾഡ് ഹിം സം അതർ ടൈം. ഇപ്പോൾ ഒന്നും അവനോട് പറയല്ലേ, കുറച്ച് സമയം കഴിഞ്ഞ് അതല്ലെങ്കിൽ വേറെ ഒരു സമയത്ത് നിങ്ങൾ അവനെ വഴക്ക് പറഞ്ഞോളൂ. സ്കോൾഡ് ഹിം സം അതർ ടൈം. ഡോണ്ട് സേ എനിത്തിങ് ടു ഹിം നൗ, സ്കോൾഡ് ഹിം സം അതർ ടൈം. വീട്ടിൽ കുറച്ച് ആളുകളെയൊക്കെ നാളെ ക്ഷണിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഓ നോട്ട് ടുമാറോ, വി വിൽ ഇൻവൈറ്റ് ദം സം അതർ ടൈം. വേറെ ഒരു ദിവസം, വേറെ ഒരു സമയത്താകാം എന്നാണ്. വി വിൽ ഇൻവൈറ്റ് ദം സം അതർ ടൈം. വുഡ് യു ലൈക്ക് ടു ഗോ ഫോർ ഡിന്നർ ടുഡേ? ഇന്ന് നിങ്ങൾ ഡിന്നറിന് പോകാൻ, ഇന്ന് രാത്രി നിങ്ങൾക്ക് ഡിന്നറിന് പോകാൻ താല്പര്യമുണ്ടോ എന്നാണ്. വുഡ് യു ലൈക്ക് ടു ഗോ ഫോർ ഡിന്നർ ടുനൈറ്റ്? സോറി, മേ ബി സം അതർ ടൈം. ഓ ഇപ്പോൾ എനിക്ക് താല്പര്യമില്ല, ഇന്ന് എനിക്ക് താല്പര്യമില്ല, വേറൊരു ദിവസം ആകാം എന്നാണ്. ഐ വിൽ ടീച്ച് യു ദിസ് സ്ട്രക്ചർ സം അതർ ടൈം. ഞാൻ ഈ സ്ട്രക്ചർ നിങ്ങളെ വേറൊരു ദിവസം, വേറൊരു സമയം, മറ്റൊരു സമയത്ത് പഠിപ്പിക്കാം. ഐ വിൽ ടീച്ച് യു ദിസ് സ്ട്രക്ചർ സം അതർ ടൈം. ലിറ്റിൽ ഡിഡ് ഐ നോ. ലിറ്റിൽ ഡിഡ് ഐ നോ എന്ന് പറഞ്ഞാൽ ഐ വാസ് കംപ്ലീറ്റ്ലി അൺഅവെയർ. എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. ഐ ഹാഡ് നോ ഐഡിയ, ഐ ഹാഡ് നോ ക്ലൂ എന്നാണ് അതിനർത്ഥം. ഇപ്പോൾ ഒരു കാര്യം സംഭവിക്കുന്നു, ഒരു സംഭവം ഉണ്ടാവുന്നു, ഒരു നെഗറ്റീവ് ഇൻസിഡൻറ്റ്. അപ്പോൾ നമ്മളും അതിൽ പെട്ടു. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി, ആ കാര്യത്തെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നെങ്കിൽ നമുക്ക് പറയാം, ലിറ്റിൽ ഡിഡ് ഐ നോ എബൌട്ട് ഇറ്റ്. എനിക്ക് ഇതറിയില്ലായിരുന്നു. ലിറ്റിൽ എന്ന് പറഞ്ഞാൽ നത്തിങ് അറ്റ് ഓൾ, നത്തിങ് അറ്റ് ഓൾ, ഒന്നും ഇല്ല. ഒരു എക്സാമ്പിൾ, ഐ ഇൻവെസ്റ്റഡ് സം മണി ഇൻ ABC ബാങ്ക്. ലിറ്റിൽ ഡിഡ് ഐ നോ ദാറ്റ് ദ കമ്പനി വുഡ് ഗോ ബാങ്ക്രപ്റ്റ്. ഈ കമ്പനി ബാങ്ക്രപ്റ്റ് ആയി പോകുമെന്ന് എനിക്കറിയില്ലായിരുന്നു. എനിക്ക് ഒരു ഐഡിയ
ഉണ്ടായിരുന്നില്ല, എനിക്കൊരു ക്ലൂ പോലും ഉണ്ടായിരുന്നില്ല എന്ന്. ബാങ്ക്രപ്റ്റ് ആവുക മീൻസ് പാപ്പരാവുക. അപ്പോൾ പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തതൊക്കെ പോയില്ലേ. അപ്പം എനിക്കത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവിടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യില്ലായിരുന്നു. ഐ ഇൻവെസ്റ്റഡ് മൈ മണി ഇൻ ABC കമ്പനി. ലിറ്റിൽ ഡിഡ് ഐ നോ ദാറ്റ് ദിസ് കമ്പനി വുഡ് ഗോ ബാങ്ക്രപ്റ്റ്. വേറൊരു എക്സാമ്പിൾ, ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പ്രോമിസ് ചെയ്തു അവളെ കോൺസേർട്ടിന് കൊണ്ടുപോകാമെന്ന്. പക്ഷേ എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല, വല്ലാത്ത എക്സ്പെൻസീവാണ് അതിൻ്റെ ടിക്കറ്റിനെന്ന്. ഐ ഹാഡ് പ്രോമിസ്ഡ് മൈ ഫ്രണ്ട് ദാറ്റ് ഐ വുഡ് ടേക്ക് ഹെർ ടു ദ കോൺസേർട്ട്. ലിറ്റിൽ ഡിഡ് ഐ നോ ദാറ്റ് ദ ടിക്കറ്റ് വുഡ് ബി സോ എക്സ്പെൻസീവ്. ടിക്കറ്റ് അത്രയ്ക്കും എക്സ്പെൻസീവ് ആയിരിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ പ്രോമിസ് ചെയ്യില്ലായിരുന്നു എന്ന മീനിങ്ങിലാണത് പറയുന്നത്. ലിറ്റിൽ ഡിഡ് ഐ നോ അബൌട്ട് ഇറ്റ്. ഐ ബോട്ട് മൈ ഹൗസ് ലാസ്റ്റ് ഇയർ. ലിറ്റിൽ ഡിഡ് ഐ നോ ദാറ്റ് ദ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് വുഡ് ഡ്രോപ്പ് സോ മച്ച്. എനിക്ക് ആ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് വല്ലാതെ വിലയൊക്കെ വളരെയധികം താഴുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇഫ് ഐ ഹാഡ് നോൺ ഐ വുഡ് ഹാവ് വെയിറ്റഡ്. പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല. എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ സംഭവിക്കും എന്നത്. അതാണ് ലിറ്റിൽ ഡിഡ് ഐ നോ. വി പിറ്റീഡ് ഹിം ആൻഡ് ഗേവ് ഹിം എ ജോബ്. ലിറ്റിൽ ഡിഡ് വി നോ ദാറ്റ് ഹി വുഡ് സ്റ്റീൽ ഓൾ ദ മണി ആൻഡ് റൺ അവേ. ഒരാളോട് വളരെ പാവം തോന്നിയിട്ട്, പിറ്റി തോന്നിയിട്ട് അയാൾക്കൊരു ജോലി കൊടുത്തു. പക്ഷേ ഞങ്ങൾക്കൊരു ക്ലൂ ഉണ്ടായിരുന്നില്ല, ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു ഇവൻ എന്ത് ചെയ്തു, പൈസയൊക്കെ മോഷ്ടിച്ചുകൊണ്ട് കടന്നു കളഞ്ഞു. അപ്പോൾ അവിടെയും ലിറ്റിൽ ഡിഡ് വി നോ. അപ്പോൾ ലിറ്റിൽ ഡിഡ് ഐ നോ എന്ന് പറയുന്നത് പോലെ തന്നെ ലിറ്റിൽ ഡിഡ് വി നോ, ലിറ്റിൽ ഡിഡ് ഹീ നോ, ലിറ്റിൽ ഡിഡ് ഷീ നോ എന്നൊക്കെ പറയാം. എന്തായാലും ഒരു പാസ്റ്റ് ടെൻസിലെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. ഡിഡ് ആണ് അതുകൊണ്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് ടൈം ഫോർ ഹിം ടു ഡു സംതിങ്. It is time for her to do something. It is time for them to do something എന്നൊക്കെ പറയില്ലേ. ഇത് അവർക്ക് ഇന്ന ഒരു കാര്യം ചെയ്യാനുള്ള സമയമാണ് എന്ന് പറയുമ്പോഴാണ് ഈ ഒരു സ്ട്രക്ചർ ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് ടൈം ഫോർ ദം ടു കുക്ക് ഫുഡ്. അവർക്ക് കുക്ക് ചെയ്യാനുള്ള സമയമാണ് ഇപ്പോൾ. ഇറ്റ് ഈസ് ടൈം ഫോർ ദ ടീച്ചേഴ്സ് ടു ടീച്ച് ലെസൺസ്. ടീച്ചേഴ്സിന് ഇപ്പോൾ ലെസൺസ് ഒക്കെ പഠിപ്പിക്കാനുള്ള സമയമാണ്. ഇറ്റ് ഈസ് ടൈം ഫോർ മൈ ഫാദർ ടു ഗോ ടു ഓഫീസ്. ഇപ്പോൾ എൻ്റെ ഫാദറിന് ഓഫീസിൽ പോകേണ്ട സമയമാണ്. അവർക്ക് എന്നാണെങ്കിൽ ദം എന്ന് യൂസ് ചെയ്യുക, അവന് എന്നാണെങ്കിൽ ഹിം എന്ന് യൂസ് ചെയ്യുക, അവൾക്ക് എന്നാണെങ്കിൽ ഹർ എന്ന് യൂസ് ചെയ്യുക. ഇറ്റ് ഈസ് ടൈം ടു കുക്ക് ഫുഡ് എന്ന് പറഞ്ഞാൽ കുക്ക് ചെയ്യാനുള്ള സമയമാണ്, അത് എനിക്ക് കുക്ക് ചെയ്യാനുള്ള സമയമാണ് എന്ന അർത്ഥത്തിലാണ്. അവിടെ ഒബ്ജക്റ്റീവ് കേസ് പ്രോനൗണിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല. ഇറ്റ് ഈസ് ടൈം ടു സ്റ്റഡി, പഠിക്കാനുള്ള സമയമാണ്. ഇറ്റ് ഈസ് ടൈം ടു സ്ലീപ്പ്, ഉറങ്ങാനുള്ള സമയമാണ്. ഇറ്റ് ഈസ് ടൈം ടു ടോക്ക്, ഇത് സംസാരിക്കാനുള്ള സമയമാണ്. ഇറ്റ് ഈസ് ടൈം ടു ഗോ ദർ, ഇത് അവിടെ പോകാനുള്ള സമയമാണ്. അവിടെ ഒന്നും ഒബ്ജക്റ്റീവ് കേസ് പ്രോനൗണിൻ്റെ ആവശ്യമില്ല. പക്ഷേ അവർക്ക് അവിടെ പോകാനുള്ള സമയമാണ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ടൈം ഫോർ ദം ടു ഗോ ദർ. അവൾക്ക് ഇവിടെ വരാനുള്ള സമയമാണ് ഇത് എന്ന് പറയണമെങ്കിൽ ഇറ്റ് ഈസ് ടൈം ഫോർ ഹെർ ടു കം ഹിയർ. അപ്പോൾ ഇറ്റ് ഈസ് ടൈം ഫോർ, അത് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റീവ് കേസ്. പിന്നെ ഉപയോഗിക്കേണ്ടത് ടു പ്ലസ് V1. V1 എന്നാൽ വേർബിൻ്റെ ബേസ് ഫോം. ടു ബി ഓണസ്റ്റ്. ടു ബി ഓണസ്റ്റ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ, സത്യസന്ധമായി പറഞ്ഞാൽ. ടു ബി ഓണസ്റ്റ്, ഐ ഡോണ്ട് വാണ്ട് ടു സ്റ്റഡി. സത്യം പറഞ്ഞാൽ എനിക്ക് പഠിക്കാൻ ഇഷ്ടമില്ല. ടു ബി ഓണസ്റ്റ്, ഐ ഡോണ്ട് വാണ്ട് ടു കം ഓൺ ദ സ്റ്റേജ്. സ്റ്റേജിലേക്ക് വരാൻ സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമില്ല. സത്യം പറഞ്ഞാൽ അവനെ ഇഷ്ടപ്പെടുന്നു. ടു ബി ഓണസ്റ്റ്, ഷീ ലവ്സ് ഹിം. ടു ബി ഓണസ്റ്റ്, ഐ ഡോണ്ട് ലൈക്ക് ഹെർ. സത്യം പറഞ്ഞാൽ എനിക്ക് അവളെ ഇഷ്ടമല്ല. ചില കുട്ടികളൊക്കെ, മടിയന്മാരായ കുട്ടികൾ, ഹോംവർക്കൊന്നും ചെയ്യാതെ വരും. എന്നിട്ട് ഹോംവർക്ക് എടുക്കാൻ ടീച്ചർ പറയുമ്പോഴായിരിക്കും അത് ഹൈഡ് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തുക. അവസാനം അതൊന്നും ശരിയാവില്ല, ടീച്ചർ പിടിക്കും എന്നറിയുമ്പോൾ എന്താ ചെയ്യുക? ടീച്ചറോട് തുറന്നു പറയും, മാം, ടു ബി ഓണസ്റ്റ്, ഐ ഡിഡ് നോട്ട് ഡു മൈ ഹോംവർക്ക്. ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്തില്ല.
അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു ഫ്രേസസൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റും, യൂസ്ഫുൾ ആകും.